ഹായ് ഓൾ. നമ്മൾ മൊഡ്യൂൾ ഇ എസ് ഡിയുടെ മൊഡ്യൂൾ 4 നമുക്ക് ട്രാൻസ്ഫോമർ 11 kV/415 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇത് നമ്മുടെ ഇ എസ് ഡി ഹാൻഡ് ബുക്കിൽ അനെക്ഷർ 2 ഈ സ്റ്റെപ്സ് ഡിസൈൻ സ്റ്റെപ്സും എങ്ങനെയാണ് ഓരോ കമ്പോണൻസും സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ എഡിഷൻ ഇ എസ് ഡിയുടെ ഹാൻഡ് ബുക്ക് ആണെങ്കിൽ ഈ അനക്ഷർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ട്രാൻസ്ഫോമർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, അതായത് 11 kV/433 ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡ് ഇഫ് ദ ലോഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63 കിലോവാട്ട് ദെൻ ദ ട്രാൻസ്ഫോമർ ഇസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ നമുക്ക് വാട്ട്സിലായിരിക്കും കണക്റ്റഡ് ലോഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സ്പെസിഫിക്കേഷൻ എപ്പോഴും KVA-ലാണ്. അപ്പോൾ നമുക്ക് കിലോ വാട്ടിനെ നമുക്ക് പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് ഇൻ KVA കിട്ടും. ഇനി ആ പവർ ഫാക്ടർ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം എ പവർ ഫാക്ടർ ഓഫ് 0.8 എന്നുള്ളത് നമ്മൾ എഴുതണം. എന്നിട്ട് നമ്മൾ KVA കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ലോഡ് ഇൻ KVA നമുക്ക് കിട്ടി. ഇനി നമ്മൾ മാക്സിമം ഡിമാൻഡ് ഇൻ KVA കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ടോട്ടൽ ലോഡ് ഇൻ KVA ഡിവൈഡഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ നോർമലി നമ്മൾ അസ്യൂം ചെയ്യണത് 1.5 ആണ്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടർ എത്രയാണ് എടുക്കേണ്ടതെന്ന് തരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇല്ലെങ്കിൽ വി അസ്യൂം എ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് 1.5. The maximum demand is equal to total load in KVA divided by diversity factor. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മാക്സിമം ഡിമാൻഡ് ഇൻ KVA കിട്ടും. ഇനി നമ്മൾ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു 20% എക്സ്ട്രാ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമം ഡിമാൻഡ് ഇൻ KVA കിട്ടിയിട്ടുള്ള വാല്യൂ ഇൻറ്റു 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 20% എക്സ്ട്രാ, സോ ദാറ്റ് ഈസ് ഇൻറ്റു 1.2. അപ്പോൾ നമുക്ക് KVA എത്രയാണെന്നുള്ളത് ടോട്ടൽ KVA കിട്ടും. ഇനി ആ ടോട്ടൽ KVAക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്, ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 63 KVA എന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സപ്പോസ് നമുക്ക് ടോട്ടൽ KVA കിട്ടിയത് ഒരു 75 KVA ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 100 KVAയുടെ ട്രാൻസ്ഫോമറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്പ് സബ്സ്റ്റേഷൻ ഉണ്ട്. ഔട്ട്ഡോർ സബ്സ്റ്റേഷനും ഉണ്ട്, ഇൻഡോർ സബ്സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രാൻസ്ഫോമർ ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതേസമയം ഇൻഡോർ സബ്സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ റെസിൻ കാസ്റ്റ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇൻഡോർ സബ്സ്റ്റേഷന് യൂസ് ചെയ്യുക. ഇനി ട്രാൻസ്ഫോമറിൻ്റെ നമുക്ക് ഇവിടെ ടേബിൾ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് നമ്മൾ ഏത് KVA ആണ് സെലക്ട് ചെയ്തോ അതിനനുസരിച്ച് നമുക്ക് പ്രൈമറി കറണ്ട്, ഇപ്പോൾ 100 KVAയുടെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് പ്രൈമറി കറണ്ട് 6 ആംപിയർ ആണ്, സെക്കൻഡറി കറണ്ട് 134 ആംപിയർ ആണ് സെക്കൻഡറി കറണ്ട് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏതാണ് HT സൈഡ് ഡി ഓഫ് യൂസ്, അതുപോലെ LT പ്രൊട്ടക്ഷന് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, LT സൈഡ് കേബിൾ എന്താണ്, ന്യൂട്രൽ എർത്തിങ് കണ്ടക്ടർ എന്താണെന്നൊക്കെ നമുക്ക് ഈ ടേബിളിൽ ഉണ്ടാവും. ഇനി നമ്മൾ എങ്ങനെയാണ് ഡി ഓഫ് യൂസ്, നമുക്ക് ടേബിളിൽ വാല്യൂസ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യണം. ഇനി സെലക്ഷൻ ഓഫ് ഡി ഓഫ് യൂസിന് നമ്മൾ സെലക്ട് ചെയ്യുക. ഫ്യൂസ് എപ്പോഴും സെലക്ട് ചെയ്യുക കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഡി ഓഫ് യൂസ് ഉള്ളത് നമുക്ക് HV സൈഡിലാണ്, ഹൈ വോൾട്ടേജ് സൈഡിലാണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് നമ്മളിപ്പോൾ 100 KVAയുടെ ട്രാൻസ്ഫോമറാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ 100 KVA ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു V1. V1 എന്ന് പറയുന്നത് 11 KVA ആണ്, ഹൈ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി സൈഡിലെ കറണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 100 KVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഓൾമോസ്റ്റ് 6 ആംപിയറിൻ്റെ അടുത്തായിരിക്കും നമുക്ക് കറണ്ട് വരിക. ഓക്കെ,
അപ്പോൾ ആ 6 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ടേബിളിൽ നോക്കുക എത്രയാണ് 16 ആംപിയറിൻ്റെ ഡി ഓഫ് യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് അവിടെ എഴുതണം. അങ്ങനെ 16 ആംപിയർ ഡി ഓഫ് യൂസ് ഈസ് യൂസ്ഡ്. ഇനി നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് HT കേബിൾ ആണ്. HT സൈഡിലെ കേബിൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ യൂഷ്വലി കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഫോൾട്ട് MVAനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മിനിമം 150 MVA ഫോൾട്ട് MVA നമ്മൾ കൺസിഡർ ചെയ്യണം. നോർമലി നമ്മൾ KSEB ഒരു 250 MVA ആണ് ഫോൾട്ട് ലെവൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഫോൾട്ട് ലെവൽ തന്നെ എടുക്കുക. 250 MVA ഫോൾട്ട് ലെവൽ നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ HT സൈഡിലെ ഫോൾട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. HT സൈഡിൽ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് IS ഈക്വൽ ടു ഫോൾട്ട് MVA. ഫോൾട്ട് MVA എന്ന് പറയുന്നത് നമ്മൾ 250 ആണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. 250 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു V1. V1 എന്ന് പറയുന്നത് 11 ഇൻറ്റു 10⁻3. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫോൾട്ട് കറണ്ട് ഓൾമോസ്റ്റ് 13.12 കിലോ ആംപിയർ ആണ് നമുക്ക് കിട്ടുക. ഇനി ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് XLPE കേബിൾ ഇസ് ഈക്വൽ ടു 11.11 ഇൻറ്റു IS ഇൻറ്റു √2. ഇതാണ് ഫോർമുല ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ISന് നമ്മൾ 13.12 കിലോ ആംപിയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T നമ്മൾ ഫോൾട്ട് ഡ്യൂറേഷൻ നോർമലി 1 സെക്കൻഡ് ആണ് അസ്യൂം ചെയ്യണത്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടും. അപ്പോൾ ആ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കേബിൾ എന്ന് പറയുന്നത് 3 ഇൻറ്റു 150 mm² XLPE കേബിൾ ഇസ് സെലക്റ്റഡ് ഇഫ് ദ ഫോൾട്ട് MVA ഇസ് 250. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഈ 250 MVA തന്നെയാണ് ഫോൾട്ട് ലെവൽ അസ്യൂം ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ HT സൈഡിലെ കേബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 3 ഇൻറ്റു 150 mm² XLPE കേബിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് CT ആൻഡ് PT ആണ്. ഇപ്പോൾ CT PT ഒക്കെ നമുക്ക് നോർമലി ഇൻഡോർ സബ്സ്റ്റേഷൻ ആണെങ്കിലാണ് നമ്മൾ ഇതൊക്കെ എഴുതേണ്ടി വരുള്ളൂ, CT ആൻഡ് PT. ഓക്കെ, അപ്പോൾ CT നമ്മൾ ചൂസ് ചെയ്യേണ്ടത് റേഷ്യോ മൾട്ടിപ്പിൾ ഓഫ് 10 നെക്സ്റ്റ് ടു ദ പ്രൈമറി കറണ്ട് ബാർ 5 ആംപിയർ. അതായത് സപ്പോസ് നമുക്ക് ഇപ്പോൾ പ്രൈമറി കറണ്ട് സപ്പോസ് നമ്മൾ ഇപ്പോൾ 100 kV ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി കറണ്ട് 6 ആണ്. അപ്പോൾ 6ന്റെ നെക്സ്റ്റ് 10ന്റെ മൾട്ടിപ്പിൾ, അതായത് 10 ആണ് വരിക. 6 കഴിഞ്ഞ് നെക്സ്റ്റ് 10ന്റെ മൾട്ടിപ്പിൾ 10 ആണല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 10/5 ആംപിയറിൻ്റെ CT ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ CT ബേർഡൻ എന്ന് പറയുന്നത് 15 VA ആൻഡ് ക്ലാസ് 1% എററാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ PT റേഷ്യോ എപ്പോഴും ഇത് തന്നെയാണ് വരിക, 11 kV ബാർ 110 വോൾട്ട് ബേർഡൻ 100 വോൾട്ട് ആംപിയർ ക്ലാസ് 1. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ CTയുടെയും PTയുടെയും കാര്യത്തിൽ എഴുതേണ്ടത്. ഇനി നമ്മൾ സെലക്ഷൻ ഓഫ് HT സൈഡ് കൺട്രോൾ സ്വിച്ച് ആണ്. HT സൈഡിൽ നമുക്കൊരു സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ അത് AB സ്വിച്ച് ആണ് നോർമലി ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോർ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ 630 ആംപിയർ 250 MVA HT എയർ ബ്രേക്ക് സ്വിച്ച് ആണ്, AB സ്വിച്ച് ആണ് നമ്മൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ യൂസ് ചെയ്യുക. ഇനി ഇൻഡോർ സബ്സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 630 ആംപിയർ 250 MVA HT AB SFU വിത്ത് HRC ഫ്യൂസ് ആസ് പെർ ദ പ്രൈമറി കറണ്ട് ആണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് LT സൈഡ് കൺട്രോൾ സ്വിച്ച്. LT സൈഡിലെ ലോ വോൾട്ടേജ് സൈഡിലെ നമ്മൾ കൺട്രോൾ സ്വിച്ചിൻ്റെ റേറ്റിംഗ് ആണ്. അത് നമ്മൾ സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക സെക്കൻഡറി സൈഡിൽ, അതായത് ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് I2 ഈക്വൽ ടു ട്രാൻസ്ഫോമർ VA റേറ്റിംഗ് ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു V2. V2 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് 433 വോൾട്ട് ആണ് സെക്കൻഡറി സൈഡിൽ. അപ്പോൾ V2ന് 433 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കറണ്ട് വരിക, ഇപ്പോൾ 100 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെക്കൻഡറി കറണ്ട് 134 ആംപിയർ ആണ് വരിക. ടേബിളിൽ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഏകദേശം അതിനോട് അടുത്തുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മളിപ്പോൾ 100 kVയുടെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. 100 kVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ LT സൈഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 160 ആംപിയർ MCCB ആണ് യൂസ് ചെയ്യേണ്ടത്. 160 ആംപിയർ MCCB. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ അതവിടെ എഴുതണം. ഇനി സെലക്ഷൻ ഓഫ് ന്യൂട്രൽ CT. ന്യൂട്രൽ CT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേഷ്യോ മൾട്ടിപ്പിൾ ഓഫ് 10 നെക്സ്റ്റ് ടു 1/5 ഓഫ്
ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് ബാർ 5 ആംപിയർ. അതായത് ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് നമ്മൾ I2 കാൽക്കുലേറ്റ് ചെയ്തല്ലോ, അത് ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് 10ന്റെ മൾട്ടിപ്പിൾ എത്രയാണോ അത് ബാർ 5 ആംപിയർ. ക്ലാസ് 5P10, ബേർഡൻ 15 വോൾട്ട് ആംപിയേഴ്സ്. അതാണ് നമ്മൾ ന്യൂട്രൽ CT യൂസ് ചെയ്യേണ്ടത്. ഇനി സെലക്ഷൻ ഓഫ് LT സൈഡ് കേബിൾ. LT സൈഡിലെ കേബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ സെക്കൻഡറി കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി ഓഫ് അലുമിനിയം. കറണ്ട് ഡെൻസിറ്റി ഓഫ് അലുമിനിയം നമ്മൾ എടുക്കുന്നത് 0.8 ആംപിയർ പെർ mm² ആണ്. അപ്പോൾ I2 ഡിവൈഡഡ് ബൈ 0.8 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്ക് ടേബിളിൽ ഉണ്ടാവും. ടേബിളിൽ ഇതിപ്പോൾ 100 ആംപിയറിൻ്റെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട LT സൈഡിലെ കേബിള് 95 mm² ഓർ 2 × 50 mm²ൻ്റെ കേബിളാണ് നമ്മൾ LT സൈഡിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതണം: കൺസിഡറിങ് ദി റേറ്റിംഗ് ഫാക്ടേഴ്സ് ചൂസ് 3.5 കോർ. ഈ ഡാഷിൽ എത്ര mm² എന്നാണ്, അതാണ് നമ്മൾ ആ ടേബിളിൽ നോക്കിയിട്ട് എഴുതുന്നത്. അതായത് 100 kVA ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 95 mm². അപ്പോൾ ഇവിടെ 95 എന്നുള്ളത് ഫില്ല് ചെയ്യുക. 95 mm² AYFI കേബിൾ എന്ന് എഴുതാം. ഓക്കെ, ഇനി സെലക്ഷൻ ഓഫ് MSB ബസ് ബാർ സൈസ് ആണ്. അതായത് നമ്മൾ LT സൈഡിൽ യൂസ് ചെയ്യുന്ന ബസ് ബാറിൻ്റെ സൈസ്. അപ്പോൾ അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സൈസ് ഓഫ് അലുമിനിയം ബസ് ബാർ ഇസ് ഈക്വൽ ടു ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട്. അത് I2 ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി ഓഫ് അലുമിനിയം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഏരിയ ആണ് വരുന്നത് നോക്കുക. ആ ഏരിയക്ക് ഇവിടെ കറസ്പോണ്ടിങ് ഇവിടെ മിനിമം 150 mm² ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അലുമിനിയം ബസ് ബാർ യൂസ് ചെയ്യേണ്ടത് 25 × 6 ഏരിയ 150ക്ക്. അതുപോലെ ന്യൂട്രലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 25 × 6. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ സബ്സ്റ്റേഷൻ ഡിസൈനിൽ ട്രാൻസ്ഫോമർ 11 kV ബാർ 433 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈനിൽ നമ്മൾ എഴുതേണ്ടത്.